എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആമസോൺ ദി മെഗാ ഫാഷൻ സെയിൽ, അതും അപ് ടു 70% വരെ ഡിസ്കൗണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പിക്ക് ചെയ്തിരിക്കുന്ന ഒക്കെ 700ൻ്റെ ഉള്ളിലുള്ള കളക്ഷൻസ് ആണ്. അതും സമ്മറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിംഗിൾ കുർത്തീസ് ഉണ്ട്, 2 പീസ് കുർത്തീസ് ഉണ്ട്, അതുപോലെ 3 പീസിൻ്റെ സെറ്റും. അതും സമ്മറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല കളക്ഷൻ. അതിൽ 400 ആണ് കേട്ടോ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. ഇതിൽ ഒരു കുർത്തി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കാണിച്ചതും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കാണിച്ചത് പറഞ്ഞാൽ അത് ആഫ്റ്റർ വാഷ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ കൂടിയാണ്. അത് മേടിക്കണോ വേണ്ടേ, അത് ഷ്രിങ്ക് ആയിട്ടുണ്ടോ, അതിന് കളർ ഫെയ്ഡ് ആയിട്ടുണ്ടോ, എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് നമ്മുടെ കളക്ഷൻസ് വെച്ച് തുടങ്ങാം. ഒക്കെ ഈ സമ്മറിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷെൽമി. അപ്പോൾ സമയം കളയണ്ട, സെയിൽ നടക്കുന്നുണ്ട്, ആമസോൺ ദി മെഗാ ഫാഷൻ സെയിൽ. അപ്പോൾ ആമസോണിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണല്ലോ മേടിക്കുക ചിലതൊക്കെ. എന്നാലും ഒരെണ്ണം ഞാൻ അങ്ങനെ ഇത് പിക്ചർ കണ്ടപ്പോൾ വരുത്തിച്ച് നോക്കാം, ഇത്ര ക്വാളിറ്റിയുള്ളത് ഉണ്ടാവില്ല. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴേ ഉള്ളതിനേക്കാളും ഏറ്റവും ടോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടോ. ഇതാ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡും അതുപോലെ തന്നെ ബ്ലൂ ഇൻഡിഗോ ഷെയ്ഡിലായിട്ടുള്ള 3 പീസിൻ്റെ ഒരു സെറ്റാണ് ഇത്. പിക്ചറിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു പരിപ്പരിപ്പുള്ള അത്രയും സോഫ്റ്റ് മെറ്റീരിയൽ ആവില്ല, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കില്ല. എന്നാലും വരുത്തിച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ പറ്റിയില്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ടല്ലോ. അപ്പോൾ കയ്യിൽ കിട്ടിയപ്പോൾ ഇതാ ഇത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, വാവ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കുർത്തി വെച്ച് തന്നെ തുടങ്ങാം കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ് കുർത്തി. നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ സ്ട്രെയിറ്റ് കുർത്തിയിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. ബ്ലൂ കളറുടെ പ്രിൻ്റാണ്. യോക്കിൽ അത്യാവശ്യം ഒരു ചെറിയ ഗോട്ടാപ്പട്ടിയും പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. സ്ലീവിൽ അങ്ങനെ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല, സെയിം ആ തുണിയോട് കൂടിയിട്ടുള്ള പ്രിൻ്റ് തന്നെയാണ് വരുന്നത്. ചെറിയൊരു കട്ടും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്കിൻ്റെ ആ ഒരു പോർഷനിൽ. ഇത് സൈസ് വരുന്നത് ലാർജാണ് ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത്, വാംസി ബ്രാൻഡിൻ്റെ ആണ്. ഇനി ഇത് റയോണിൻ്റെ മെറ്റീരിയലാണ്. റയോണിൻ്റെ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ്. ഇതിപ്പോൾ ഇനി ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ സീ ത്രൂ ആണോ എന്ന് ചോദിച്ചാൽ സീ ത്രൂ അല്ല കേട്ടോ, ഭയങ്കര കംഫർട്ടബിൾ ആണ്, സീ ത്രൂ അല്ല. പിന്നെ സമ്മറിനൊക്കെ നമുക്ക് ലൈറ്റ് ഷെയ്ഡൊക്കെ കൂടുതൽ ഇടാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഇനി ഇതിന് കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റും സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ, ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ, റയോൺ തന്നെ. ഫ്രണ്ട് പോർഷൻ, വേസ്റ്റിൻ്റെ ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെങ്കിൽ 1 സൈഡ് പ്ലെയിൻ ആണ്, ബാക്ക് സൈഡ് എലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് നോർമൽ സാധാരണ പാൻറ്റ് പോലെ തന്നെയാണ് കേട്ടോ. ഇതും ഭയങ്കര സോഫ്റ്റ് കംഫർട്ടബിൾ മെറ്റീരിയൽ തന്നെയാണ് പാൻറ്റ് വരുന്നത്. പാൻറ്റ് ഇൻഡിഗോ ഷെയ്ഡിലാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ദുപ്പട്ട ഭയങ്കര സോഫ്റ്റ്, മൽമൽ കോട്ടൺ എന്നൊക്കെ പറയാം, അതിനേക്കാളും സോഫ്റ്റ് കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒതുങ്ങി അങ്ങനെ കിടന്നോളും. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ദുപ്പട്ടയുടെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ കറക്റ്റ് പക്ക പെർഫെക്റ്റ് സൈസാണ്. ഇൻഡിഗോ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. 2 സൈഡിൽ ഇങ്ങനെ ഒരു വൈറ്റ് കളർ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ലാർജ് സൈസാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. എല്ലാത്തിൻ്റെ ഒരു 699 അല്ലെങ്കിൽ ഒരു 700ൻ്റെ ഉള്ളിലാണ്. ഓക്കെ, 700 എത്തിയിട്ടില്ല, 699 ആ ഒരു റേഞ്ചിലൊക്കെയാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് എൻ്റെ ഭാഗത്ത് നിന്ന് ഹൈലി റെക്കമെൻഡഡ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇനി ഞാൻ പ്രതീക്ഷിച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് അത്ര സാറ്റിസ്ഫൈ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അതാണ് ഈ ഒരു 3 പീസ് കുർത്തി സെറ്റ്. കാണുമ്പോൾ ഒക്കെ നല്ല ഭംഗിയാണ്. കളർ വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു റസ്റ്റ് കളറും ബ്ലാക്കും കൂടി മിക്സ് ആയിട്ടുള്ളതാണ്. പ്രതീക്ഷിച്ചതിനേക്കാളും വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം എവിടെയാണ് കംപ്ലൈൻറ്റ് പറ്റിയിരിക്കുന്നത്.
ടോപ്പ് നോക്കുകയാണെങ്കിൽ കോട്ടൻ്റെ മെറ്റീരിയലാണ്. യോക്കിൽ ഇങ്ങനെ ഒരു പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബ്ലാക്കിൽ ഇങ്ങനെ ഒരു ഓവറോൾ പ്രിൻറ്റ് വന്നിട്ടുണ്ട്. സ്ട്രെയിറ്റ് കുർത്തി തന്നെയാണ്. 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിലും പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓവറോൾ ഇത് തന്നെ ബാക്കും ഫ്രണ്ടും ഒക്കെ സെയിം ആ ഒരു വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ലാർജാണ് സൈസ് വന്നിരിക്കുന്നത്. ഇത് ടോപ്പ് പക്ക കോട്ടൺ തന്നെയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റ് നോക്കുകയാണെങ്കിൽ ഓവറോൾ വേസ്റ്റ് പോർഷനിൽ എലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത്. വിടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയ്ക്ക് വിടുത്ത് വരുന്നുണ്ട്. പക്ഷേ ഈ പാൻറ്റ് കോട്ടൺ അല്ല, കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ്. ഞാൻ രണ്ടും കോട്ടൺ ആണെന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചത്, പക്ഷേ കോട്ടൺ അല്ല. ഇതിൻ്റെ പാൻറ്റ് പോളിസ്റ്റർ മിക്സ് ആണ്. ടോപ്പ് നോക്കുകയാണെങ്കിൽ കോട്ടൺ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള നല്ല ടൈപ്പ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. പാൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രമേ എനിക്കൊരു വിഷമം തോന്നിയുള്ളൂ. ഓവറോൾ ബാക്കിയുള്ളതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ ഇതിന് കൂടെ ദുപ്പട്ടയും വന്നിട്ടുണ്ട് കേട്ടോ. ദുപ്പട്ട നോക്കുകയാണെങ്കിൽ അത് മൽമൽ കോട്ടൻ്റെ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. ഓവറോൾ വിഡ്ത്തും ലെങ്ത്തും ഒക്കെ കറക്റ്റ് പെർഫെക്റ്റ് സൈസാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തിട്ടുള്ള ചെരുപ്പ് ഇതാണോ എന്നൊരു കൺഫ്യൂഷനായി. അത് ലാസ്റ്റ് കാണിക്കാം ഏതാ ചെരുപ്പ് പെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു 699 ആ ഒരു റേഞ്ചിൽ. എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് റേറ്റ് ഇപ്പോഴത്തെ കറൻറ്റ് റേറ്റ് അറിയണമെന്ന് വെച്ചാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ കയറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാത്തിൻ്റെയും പ്രൈസ് വിത്ത് പിക്ചറൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒറ്റ ലിങ്കും കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ മൈ ഹോൾ സ്റ്റോറിലാണെങ്കിൽ ഫുൾ പിക്ചർ വിത്ത് പ്രൈസ് എന്ന് പറഞ്ഞല്ലോ, അതിൽ ഇഷ്ടമുള്ളത് ഏതോ നോക്കിയിട്ട് കുത്താണെങ്കിൽ ആമസോൺ സൈറ്റിലേക്ക് പോകും. സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ സാധാരണ എങ്ങനെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുക അതേപോലെ പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ. അടുത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു സിംഗിൾ കുർത്തി. ഇതാണ് കേട്ടോ 400 റേഞ്ചിൻ്റെ എന്ന് പറഞ്ഞത്. 400-നാണ് ഞാൻ മേടിച്ചത്. ഇപ്പോഴത്തെ കറണ്ട് റേറ്റ് എത്രയാണെന്ന് നോക്കേണ്ടി വരും. ബ്ലാക്കിൽ ഫുൾ വൈറ്റ് കളറിൻ്റെ ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫുൾ വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് ലക്നവി വർക്ക് എന്ന് പറയാം, പക്ഷേ ലക്നവി വർക്ക് എന്നൊക്കെ പറയുമ്പോൾ കൈകൊണ്ട് ചെയ്യുന്ന വർക്കാണ്. ഇത് മെഷീനിൽ ചെയ്തിട്ടുള്ള വർക്കാണ്. ലക്നവി പോലെ തോന്നിക്കുന്ന വിധത്തിൽ. യോക്ക് പാട്ട് നോക്കുകയാണെങ്കിൽ നിറയെ വർക്കാണ്. ഈ ഒരു സെയിം വർക്ക് ഫുൾ അടി വരെ നന്നായിട്ട് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ പ്ലെയിൻ. സ്ലീവ് നോക്കുകയാണെങ്കിൽ 3/4 ആണ്. സ്ലീവിൻ്റെ എൻഡിലും ചെറുതായിട്ട് ഇങ്ങനെ ഒരു ത്രെഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വൈറ്റ് ഷെയ്ഡിൽ. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് അങ്ങനെ പാൻറ്റൊന്നും വന്നിട്ടില്ല. ഇതൊരു സിംഗിൾ കുർത്തി ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സൈസ് വരുന്നത് ലാർജ്. നമ്മൾ സ്ഥിരം മേടിക്കാറുള്ള ബ്രാൻഡ് തന്നെയാണ് ഗോസ്രിക്കി അല്ലെങ്കിൽ അന്നി ഡിസൈനർ എന്നുള്ള ബ്രാൻഡ് കേട്ടോ. ഈ ബ്രാൻഡ് ഇത് റയോൺ മെറ്റീരിയലാണ്. റയോൺ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ മെറ്റീരിയലാണ്. കോൾ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇതിൽ യോക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ വർക്കാണ് വന്നിരിക്കുന്നത്. ഇത് റയോണിൻ്റെ മെറ്റീരിയലാണ്. റയോണിൻ്റെ മെറ്റീരിയൽ ഭയങ്കര കംഫർട്ടബിൾ. ഞാൻ മേടിച്ച റേറ്റ് 400. ഇതിൽ തന്നെ 8XL സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ. 2 ഷെയ്ഡ് ഉണ്ട് ഇതിൽ. ഒരെണ്ണം ഈ ഷെയ്ഡും ഒരെണ്ണം പർപ്പിൾ ഷെയ്ഡും. പർപ്പിളിൽ സെയിം ഈ ഒരു ത്രെഡ് വർക്കൊക്കെ സെയിം തന്നെ കേട്ടോ. ബ്ലാക്കിൻ്റെ കളറിൽ പർപ്പിൾ കളറാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി ഓവറോൾ സെയിം തന്നെയാണ്. 8XL സൈസ് വരെ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ള പാൻറ്റ് ഇപ്പോൾ വൈറ്റ് കളർ ഏത് വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാം. ലെഗിൻസോ സാധാ സിഗരറ്റ് പാൻറ്റോ എങ്ങനെ വേണമെങ്കിൽ. പക്ഷേ ഒരു ലക്നവി സ്റ്റൈലായിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് നമുക്ക് കിട്ടണമെങ്കിൽ ഒരു സറാറ മോഡലായിട്ടുള്ള പാൻറ്റ് തന്നെ യൂസ് ചെയ്യായിരിക്കും ഒന്നുകൂടി പെർഫെക്റ്റ്, ഒന്നുകൂടി ഭംഗി. അപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വൈറ്റ് ഷെയ്ഡിൽ അടിയിൽ ഇങ്ങനെ ഒരു കൂട്ടപ്പട്ടിയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുള്ള ഒരു 3 ടയർ ആയിട്ട് വന്നിട്ടുള്ള ഒരു പാൻറ്റാണ് കേട്ടോ. നല്ല അത്യാവശ്യം ഒരു ഫ്ലയറൊക്കെ ഉണ്ട്. വല്ലാണ്ട് ഫ്ലയർ ഉള്ളതല്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാനിതിപ്പോൾ മേടിച്ചിട്ടുള്ളതല്ല, ഇതിന് മുന്നേ മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ തപ്പി നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ ഞാൻ ഇടാം. ഇല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്തോ. ആമസോണിൽ സെർച്ച് ചെയ്യാൻ ഭയങ്കര എളുപ്പമല്ല. അവിടെ സെർച്ച് ചെയ്യുന്ന ഓപ്ഷനിൽ നമുക്ക് സറാറ പാൻറ്റ് വൈറ്റ് കളർ എന്നൊക്കെ പറഞ്ഞ് അടിച്ച് ഞാൻ നോക്കട്ടെ. പരമാവധി കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഇതൊക്കെ
ഇതൊക്കെ കുറേ ഒരു 2 കൊല്ലമായി ഞാനിത് സ്ഥിരം യൂസ് ചെയ്യണതാണ് കേട്ടോ. ഇതുവരെ അതിന് കംപ്ലൈൻ്റ് ഒന്നും പറ്റിയിട്ടില്ല. നല്ല എന്ന് വെച്ചാൽ വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ ഷ്രിങ് ആവേ, അതിന് കോട്ടാ പട്ടിയിൽ ഇങ്ങനെ ഊരി പൂവേ നൂല് വിടേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ എലാസ്റ്റിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ളത് ഈ ഒരു പാൻറ്റാണ്, സരാറ മോഡൽ. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ള ചെരുപ്പ് ഇതും ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെയാണ്. ഒരു ഫ്ലാറ്റ് ചെരുപ്പാണ്, സിമ്പിളായിട്ടുള്ളത്. ഒരു പാർട്ടി വെയറിന് വേണമെങ്കിൽ പോകാം, ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ നോക്കുകയാണെങ്കിൽ ചെറിയ ക്രിസ്റ്റലിൻ്റെ ഒരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു ഡയമണ്ടിൻ്റെ സ്റ്റോണൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു സ്റ്റോണ്. അപ്പോൾ ഇതിൽ 2-3 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ആ ഒരു ബ്ലാക്ക് ഇതിൽ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഞാൻ മേടിച്ച സൈസ് 7. അപ്പോൾ നിങ്ങൾ നോർമലി കടയിൽ നിന്ന് മേടിക്കുന്ന ഏതാ സൈസ് എന്ന് വെച്ചാൽ ആ സൈസ് നമുക്ക് അതിൽ നോക്കിയാൽ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് അതിൽ സെലക്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ മെറൂൺ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, അങ്ങനെ പല ഷെയ്ഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഉള്ളതുകൊണ്ട് ബ്ലാക്ക് ഇട്ടു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് ഞാൻ പെയർ ചെയ്തിട്ടുള്ള ഇതിൻ്റെ കൂടെയുള്ള ചെരുപ്പ്. ഇനി അടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അടുത്തൊരു കളക്ഷൻ. ഞാനും ഇത് മേടിച്ചപ്പോൾ എനിക്കിത് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. കാരണം ആ ഒരു പിക്ചറിൽ കാണിച്ച ആ ഇത് തന്നെ. പിന്നെ ഇതിലെന്ന് പറയുമ്പോൾ നമുക്കൊരു 2 times ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അതിൻ്റെ സ്റ്റിക്കർ വരെ അവർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇത് 2 പീസിലാണ് വരുന്നത്, കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത്. ഒരു ഈ ഷെയ്ഡിന് ഇപ്പോൾ എന്താ പറയുക, പർപ്പിൾ, യെസ്. അതിൽ സിംഗിൾ ഒരു കുർത്തിയാണ്. സിംഗിൾ കുർത്തി മീൻസ് സ്ട്രെയിറ്റ് കുർത്തിയാണ്. യോക്കിൽ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല, ചെറുതായിട്ടൊരു ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് വേറെ വർക്കൊന്നുമില്ല, സെയിം ഈ ഒരു പ്രിൻറ്റ് തന്നെയാണ് ഓവറോൾ ബാക്ക് ഫ്രണ്ട് എല്ലായിടത്തും പോയിട്ടുള്ളത്. സ്ലീവ് നോക്കുകയാണെങ്കിൽ 3/4 ആണ്. സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലെ ഒരു ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാർജാണ് ഞാൻ മേടിച്ച സൈസ്. എല്ലാത്തിൻ്റെയും സൈസ് ലാർജാണ്, ലാർജ് വിട്ടിട്ടുള്ള ഒരു കളിയില്ല. ലാർജ് സൈസ്, യെസ്. ഇനി ഇതിൻ്റെ കൂടെ ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് കോട്ടൺ ആട്ടോ, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ആ സെയിം ക്വാളിറ്റിയിൽ തന്നെ നിലനിന്ന് പോകുന്ന ഒരു പാൻറ്റും കൂടി ഉണ്ട്. അതിൽ വേസ്റ്റ് പോർഷനിൽ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് പ്ലെയിൻ, ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എലാസ്റ്റിക് ആണ്. ഇതൊരു പലാസോ ടൈപ്പ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആണ്. ഇപ്പോഴത്തെ സമയത്തൊക്കെ ലെഗിൻസൊക്കെ ഇട്ട് പോകാന്ന് പറയുമ്പോൾ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ഇങ്ങനത്തെ പലാസോ ടൈപ്പ്. അതിൽ പലാസോയുടെ എൻഡ് പോർഷനിലായാലും പൈപ്പിങ്ങിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓവറോൾ സെയിം ഈ ഒരു പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കോൺട്രാസ്റ്റ് ടൈപ്പ് ആയിട്ട് കേട്ടോ, പർപ്പിളും വൈറ്റും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇത് 699 700-ൻ്റെ ഉള്ളിൽ തന്നെ. ഒക്കെ ഇപ്പോഴത്തെ റേറ്റ് എന്താണെന്ന് നോക്കേണ്ടി വരും. സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തിട്ടുള്ള ചെരുപ്പ് ഇത് ഒരു തരത്തിലും മാച്ച് ആവില്ല, പക്ഷെ എനിക്ക് എന്താവോ ഈ ചെരുപ്പൊക്കെ ഭയങ്കര ഇഷ്ടമായി. കാരണം ഫ്ലാറ്റാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലത്തെ ലുക്ക്, അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഭയങ്കര ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കുന്നത്, ഇതൊക്കെ ഞാൻ വീഡിയോയിൽ മുന്നേ കാണിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ ജസ്റ്റ് പെയർ ചെയ്തപ്പോൾ ഇതിൻ്റെ കൂടെ കാണിച്ചു എന്ന് മാത്രമല്ല, ഇതിലും കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ബ്ലാക്ക് കളറിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ നേരത്തെ ചിക്കൻ കറിയുടെ ഇത് കാണിച്ചല്ലോ, ലക്നവീരെ, അതിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യുകയാണെങ്കിൽ നല്ല ഒന്നുകൂടി സൂപ്പറായിരിക്കും. മറ്റേ കല്ലിനേക്കാളും കൂടുതൽ ഇങ്ങനത്തെ ഒക്കെ ലക്നവിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടിയും ആ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ആ ഒരു പോപ്പപ്പ് ചെയ്ത് എടുത്ത് നിൽക്കൂട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ച ചെരുപ്പ്. 7 സൈസാണ്. അതൊക്കെ ഭയങ്കര വെൽവെറ്റ് സോഫ്റ്റ് മെറ്റീരിയൽ, നല്ല സുഖമാണ്. കാലൊക്കെ വയ്ക്കുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ വാഷ് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മളിപ്പോൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇത് വാഷ് ചെയ്തപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു. ആലിയ കട്ട് മോഡലിൽ 3 പീസിൻ്റെ ഒരു സെറ്റാണ് വരുന്നത്. ടോപ്പ് ഒക്കെ ഫുൾ സെയിം ഈ ഒരു പ്രിൻറ്റ് ഓവറോൾ, വേറെ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. ആലിയ കട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. സ്ലീവിൽ ഒരു ചെറിയൊരു പാച്ച് വർക്ക്, ബാക്കിൽ ഇതുപോലെ ആ ഒരു ഫ്രില്ല് മോഡലാണ് കേട്ടോ. ഫുൾ ഓവറോൾ ഇത്രയ്ക്കും ഗേറ വരുന്നുണ്ട്. ഇനി ഇതിൽ ഞാൻ മേടിച്ച സൈസ് ലാർജ് തന്നെയാണ്. വാഷ് ചെയ്യുന്ന സമയം പാൻറ്റിൻ്റെ ഡീറ്റെയിലും കൂടി പറയാം. പാൻറ്റ്
സെയിം ഈ ഒരു അഫ്ഗാനി മോഡലാണ് കേട്ടോ, സാധാ പാൻ്റല്ല, അഫ്ഗാനി മോഡലായാലും അത്ര വലിയ അങ്ങോട്ട് ബലൂൺ പോലെ ഇങ്ങനെ ഇത് നിൽക്കുന്ന ഒരു ചെറിയ രീതിയിലായിട്ടുള്ളത്. വേസ്റ്റ് എലാസ്റ്റിക് ആണ് വരുന്നത്. ഓവറോൾ ഈ ഒരു പ്രിന്റ് അതിൻ്റെ ഈ ഒരു അഫ്ഗാനി സ്റ്റൈലായിട്ടുള്ള ഈ ബലൂൺ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ ഫ്രില്ലൊക്കെ വരാണെങ്കിൽ നല്ല ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല രസമായിരിക്കും. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് വിരിവില്ല, എന്നാൽ ഒരു അഫ്ഗാനി സ്റ്റൈലായിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ കൂടെ ദുപ്പട്ടയും കൂടി ഉണ്ട് കേട്ടോ. ഇനി ഇത് വാഷ് ചെയ്തപ്പോൾ ചെറുതായിട്ട് കളർ ഇളകുണ്ടായിരുന്നു. ആ ഒരു ഫസ്റ്റ് വാഷിലുള്ള ഒരു ചെറിയൊരു പുതിയ കളർ പോവാന്ന് പറയില്ലേ, ആ ഒരു ഗ്രീൻ ഷെയ്ഡിൻ്റെ കളർ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഷ്രിങ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷ്രിങ് ആയിട്ടില്ല, കറക്റ്റ് ആ ഒരു സൈസിൽ തന്നെയാണ് കേട്ടോ നിലനിന്ന് പോകുന്നത്. ഞാൻ ഇട്ട സെയിം ആ ഒരു പെർഫെക്റ്റ് സൈസിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. കോട്ടൺ ആണ് മെറ്റീരിയൽ, സമ്മറിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷനാണ്. ലാർജാണ് ഞാൻ മേടിച്ച സൈസ്, പെർഫെക്റ്റ് സൈസാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ട് എക്സാക്റ്റ് നമ്മൾ പുതിയതായിട്ട് മേടിച്ചതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ആഫ്റ്റർ വാഷാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ പ്രാവശ്യം മേടിച്ചിട്ടുള്ള, നേരത്തെ കാണിച്ചിട്ടുള്ളതൊക്കെ ഈ പ്രാവശ്യം മേടിച്ചിട്ടുള്ളത് ഒരു കളക്ഷൻസാണ് സമ്മറിന് പറ്റിയിട്ടുള്ളത്. ഭയങ്കര റീസണബിൾ റേറ്റിനൊക്കെയാണ്. ഇപ്പോൾ ഇനിയും ചിലപ്പോൾ റേറ്റ് കുറഞ്ഞിട്ടുണ്ടാവും, കാരണം സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ആമസോൺ മെഗാ ഫാഷൻ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, 70% ഡിസ്കൗണ്ട് കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ എടുക്കാൻ അറിയാത്തവർക്ക് നമ്മൾ വീഡിയോൻ്റെ താഴെ ഒരു മോർ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടാവും. ആ മോർ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ വീണ്ടും ചിലപ്പോൾ മോർ എന്ന് പറഞ്ഞിട്ട് കാണും. അതും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ കളറിൽ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ പിടിച്ചൊന്ന് കുത്തിക്കോ, ആമസോണിലേക്ക് പൊക്കോളൂ. പിന്നെ സാധാരണ ആമസോണിൽ എങ്ങനെയാണെന്ന് ഓർഡർ ചെയ്യണത് അതുപോലെ, അല്ലെങ്കിൽ ഞാൻ കോമൻറ്റ് സെക്ഷനിൽ ഞാൻ പിന്നെ ഇത് വെക്കാം കേട്ടോ, നമുക്ക് ബൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പർച്ചേസിങ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.